اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك. എല്ലാ ഭാഗത്തായിരുന്നു. ഗവൺമെന്റ് സർവീസിൽ പോയാലും പ്രായം കുറച്ച് ചെറിയ പ്രായത്തിൽ പോയാണെങ്കിൽ ഭാഗത്താണ് എല്ലാവരും. അവിടെ ചൂട് കൂടുതലായിരുന്നല്ലോ, അപ്പൊ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട്. അതെല്ലേ, ഈ മറ്റേ തിരക്ക് കല്ലേറ് സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നല്ലോ, അതിനെ കുറിച്ചൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. എന്തായാലും ആരോഗ്യത്തോടു കൂടി പോകണമെന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ. അത് ഗവൺമെന്റ് സർവീസിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻഷാല്ലാ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ച ആദ്യ ഹജ്ജ് സംഘം തിരിച്ചെത്തി. ഹാജിമാർക്ക് വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ഹജ്ജ് കമ്മിറ്റി അംഗവും കൊച്ചി എംബാർക്കേഷൻ ജനറൽ കൺവീനർ കൂടിയായ എ സഫർ ഖയാലും ഹജ്ജ് തസ്കിയ ചെയർമാൻ മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി, കോർഡിനേറ്റർ ടി കെ സലീം, ഹജ്ജ് കമ്മിറ്റി ജീവനക്കാർ ജംഷീർ, സി എ ഐദ്രോസ് ഹാജി, മുസമ്മിൽ ഹാജി തുടങ്ങിയവർ ചേർന്നാണ് ഊഷ്മളമായ സ്വീകരണം നൽകിയത്. വിശദീകരണവുമായി നേതാക്കളും ഹാജിമാരും ചേരുന്നു. കൊച്ചിയിലേക്ക് ആദ്യം ഇറങ്ങിയ ഹാജിക്ക് അപ്പൊ അന്ന് യാത്രയൊക്കെ ഒന്ന് ഒരു രണ്ട് കാര്യം പറഞ്ഞു. വളരെ സൗകര്യപരമാണ് അവിടെ ഒരുക്കങ്ങളെല്ലാം. ഇത്തവണ തിരക്കായതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ വിഷയമൊന്നും ഉണ്ടായില്ല. എവിടെ സ്ഥലം? എവിടെ? അരുക്കുറ്റി. എല്ലാം കൊണ്ട് റാഹത്തായിരുന്നു. ഓക്കെ, ഇൻഷാല്ലാ. ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെട്ടത് ഇൻഷാ അല്ലാഹ് അവരെല്ലാവരും അവരുടെ നിയ്യത്തനുസരിച്ചുള്ള ആ കർമ്മ എല്ലാം പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. മദീനയിൽ നിന്നും ആദ്യത്തെ വിമാനം കൃത്യം 10:26 ഇവിടെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. ആ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഹാജിമാരുടെയും ആദ്യത്തെ കടമ്പ കസ്റ്റംസ് ആയിരുന്നു. ആ കസ്റ്റംസ് കടമ്പ 10 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ ഹാജിമാർക്കും അവരുടെ കസ്റ്റംസ് പരിശോധന പൂർത്തീകരിച്ച് പുറത്ത് ഇറങ്ങി വരാനുള്ള സംവിധാനം കൊച്ചി എയർപോർട്ടിലെ ഉദ്യോഗസ്ഥന്മാർ, കസ്റ്റംസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചുമതലക്കാർ, ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം അവരവിടെ ആ ചുമതല ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ഒരു തിക്കും തിരക്കുമില്ലാതെയാണ് നമുക്ക് കസ്റ്റംസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെല്ലിലെ ഉദ്യോഗസ്ഥന്മാർ, വോളണ്ടിയർമാർ അടക്കമുള്ള 10-40ഓളം ചുമതലപ്പെടുത്തിയവർ അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ആ ലഗേജും സംസം വെള്ളവും കൃത്യമായി ഓരോ ഹാജിമാരുടെ കൈകളിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതലകൾ ഏൽപ്പിച്ചിട്ടുള്ള വോളണ്ടിയർമാർ ആ ചുമതലകൾ അവർ കൃത്യമായി നിർവഹിച്ചു വരികയാണ്. അടുത്ത ഒരു അരമണിക്കൂറിനകം നമുക്ക് എല്ലാ ഹാജിമാരുടെയും ലഗേജ് അവരവരുടെ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.